3 കാര്യങ്ങളാണ് ഈ ഓശാന ഞായറാഴ്ച നമ്മളെ ഓർമ്മപ്പെടുത്തുക. നമ്മൾ ഓർക്കേണ്ട 3 കാര്യങ്ങൾ. ആദ്യമായിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. യേശു ഈ കഴുതക്കുട്ടിയെ അടുത്ത ഗ്രാമത്തിൽ നിന്നാണ് കൊണ്ടുവരാൻ പറഞ്ഞത്. അടുത്ത ഗ്രാമത്തിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. യേശു കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകുന്നത്. നീ എവിടെയായിരുന്നാലും നിന്നെ കാണുന്ന കർത്താവ്. നഥാനിയേൽ അത്തിമരത്തിന്റെ ചൂടിരുന്നപ്പോൾ യേശു കണ്ടു. അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷത്തിൽ രക്തസ്രാവക്കാരി സ്ത്രീ, ഈ രക്തസ്രാവക്കാരി സ്ത്രീ ആരും അറിയാതെ കർത്താവിനെ തൊടണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരും അറിയാതെ തൊടണം, ഈ തൊടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവൾ യേശുവിന്റെ അരികിലേക്ക് ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ കടന്നു ചെന്നു. ആരും അറിയണ്ട. കുറെ വൈദ്യന്മാരുടെ അടുത്തൊക്കെ അവൾ പോയി, പക്ഷേ എന്നിട്ടും സുഖപ്പെട്ടില്ല. അവസാനം യേശുവിനെ തൊട്ട് കഴിഞ്ഞപ്പോൾ യേശു അറിഞ്ഞു, അവളെ കണ്ടു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം. നീ ഏത് ജനക്കൂട്ടത്തിന്റെ ഇടയിലിരുന്നാലും നിന്റെ ഉള്ളിലിരുന്ന് വിശ്വാസത്തോടെ നെഞ്ചുപൊട്ടി ഒന്ന് കരഞ്ഞാൽ നിന്നെ കാണുന്നൊരു കർത്താവ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, യേശുവിനെ കാണുന്നുണ്ടോ, യേശുവിനെ അറിയുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ കഴുതക്കുട്ടിയെ അറിഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരെയും എവിടെയായിരുന്നാലും യേശുവിനെ അറിയാം. യേശു വ്യക്തമായിട്ട് നിന്നെ കാണുന്നുണ്ടോ, നിന്റെ ഓരോ പ്രവൃത്തിയും കാണുന്നുണ്ട്. നീ മുറിയിലിരുന്ന് ചെയ്ത പാപങ്ങളായാലും ആരും അറിയാത്ത രഹസ്യങ്ങളായാലും ഒക്കെ കർത്താവ് അറിയുന്നുണ്ട്. നിന്റെ ഉള്ളിലെ ഹൃദയം വരെ കർത്താവ് അറിയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2, ദൈവിക സാന്നിധ്യമുള്ളവരുടെ വളർച്ച ഏറ്റവും വലുതായിരിക്കും. അതാണ് ഈ കഴുതക്കുട്ടിയുടെ വളർച്ച എന്ന് പറയുന്നത്. ദൈവിക സാന്നിധ്യമുണ്ടായ ഈ കഴുത വളരെ വലിയൊരു വളർച്ചയിലേക്ക്, അത്രയും നാൾ ആരും വേണ്ടാത്ത കഴുതയെ കർത്താവ് വലിയൊരു വളർച്ചയിലേക്ക് കൊണ്ടുപോയത്. നമ്മളൊക്കെ കഴുതകളായിട്ട് മാറ്റിയിട്ടുണ്ടാകും. നിന്നുള്ളിൽ ദൈവിക സാന്നിധ്യം നിറഞ്ഞു കഴിഞ്ഞാൽ ആരും നിന്നെ മനുഷ്യർ കഴുതയാക്കി കളഞ്ഞു കഴിഞ്ഞാലും ദൈവം നിന്നെ ഉയർത്തിക്കൊണ്ടിരിക്കും. നിന്നെ നിന്റെ അധികാരികളോ നിന്റെ കൂടെയുള്ളവർ കഴുതകളായിട്ട് കരുതിയിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ വലിയ കഴിവൊന്നുമില്ല. എന്തിനു വേണ്ടിയാണ്? കളറില്ല, അല്ലെങ്കിൽ ഒരു കാര്യമില്ലെന്നൊക്കെ പറഞ്ഞ് നിന്നെ മാറ്റിയിട്ടാലും ഓർക്കുക, നിന്റെ ഉള്ളിൽ ദൈവിക സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള വ്യക്തിയെ കർത്താവ് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യരെ നിന്നെ എത്ര വിലയിരുത്തിയാലും നീ ഇങ്ങനെ പട്ടിയായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമെന്നുള്ളത് മറക്കാതിരിക്കുക. 3-ാമതായിട്ട് ഇതിനെ എവിടേക്ക് കൊണ്ടുപോകുന്നെന്ന് ചോദിച്ചപ്പോൾ ആ ഉടമസ്ഥനോട് പറഞ്ഞു കർത്താവിന് ആവശ്യമുണ്ട്. പിന്നെ ഉടമസ്ഥൻ ഒന്നും നോക്കിയില്ല. ലാഭക്കണക്കുകളോ അതുപോലെ നഷ്ടക്കണക്കുകളോ ഒന്നും ഉടമസ്ഥൻ നോക്കിയില്ല. യേശുവിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യേശുവിന് ചില കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലാഭക്കണക്ക് നോക്കരുത് എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ തന്ന ദൈവമാണ്. അതുകൊണ്ട് നിന്റെ ഇടവകയിലാകാം, നിന്റെ ദേവാലയത്തിന് വേണ്ടി, നിന്റെ ദേവാലയത്തിന്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ബുദ്ധിമുട്ടുണ്ടാകും. ആരും അറിയാതെ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന വ്യക്തികളായിട്ട് മാറട്ടെ. ആ ഉടമസ്ഥൻ പേരോടെ വന്നില്ലെങ്കിലും നാളെ നമ്മൾ ഓരോരുത്തരുമായിട്ട് മാറട്ടെ. ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന സമയമാണ്, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന പാട്ടുകളാണ്, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന ഓരോരോ കാര്യങ്ങൾ, ശുശ്രൂഷകളാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നത്. ലാഭമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ദൈവം നിനക്ക് ഇരട്ടിയായിട്ട്